യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 27-ാമത്തെ വാക്യവും 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യവും നമുക്ക് ദൈവവചന ധ്യാനത്തിനായിട്ട് വായിക്കും. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പി. 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, കഴിഞ്ഞ 9 ദിനരാത്രങ്ങളായി അങ്ങയുടെ അഭിഷിക്തന്മാർ, അങ്ങയുടെ ജനം ഒത്തിരി നിവർത്തിക്കപ്പെടുവാനുള്ള ദൈവിക വാഗ്ദത്തങ്ങൾക്കും ഒരു പുതിയ ദൈവനിയോഗത്തിനും ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ അധികാരത്തിനുമായി പാദപീഠത്തിൽ മുഴങ്കാലും അടക്കിയിരിക്കുന്നു. ഈ പട്ടണത്തിൻ്റെ വിടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിരിക്കുന്ന ഈ പട്ടണത്തിൽ അങ്ങയുടെ നാമം ഉയരുവാൻ എതിരായി നിലകൊള്ളുന്ന എല്ലാ പൈശാചിക പോരുകളും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്നിധിയിൽ അടിയറവ് പറയുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മധ്യേ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കും. വചനത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കും. ഈ ക്രൂശിന് മറയിൽ യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട, ലോകവ്യാപകമായി അറിയപ്പെടുന്ന ബഥേൽ AG ചർച്ചിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 വാക്യങ്ങളാണ് രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിച്ചത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ അത് ഇവിടെ എഴുതി കാണിക്കുന്നു. അവനാൽ, എല്ലാവരും പറഞ്ഞേ, പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് പോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പി. ഏറെ പരിചിതമായ ഒരു വാക്യം. യേശുക്രിസ്തുവിൻ്റെ സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ പറയാമായിരുന്ന, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാമായിരുന്ന, സ്വാഭാവിക മരണം വരിച്ച ഏക അപ്പോസ്തലനായ, 3 ലേഖനങ്ങളും 1 സുവിശേഷവും പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകവും നമുക്ക് എഴുതി തന്ന യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറഞ്ഞു, ദൈവം തോട്ടക്കാരനാണ്. ദൈവം തോട്ടക്കാരനാണെങ്കിൽ സഭ തോട്ടമാണ്. ആ തോട്ടത്തിനകത്ത് പുത്രൻ മുന്തിരിവള്ളിയാണ്. നാം ആ മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കുന്ന കൊമ്പുകളാണ്. തോട്ടക്കാരൻ, മുന്തിരിവള്ളി, കൊമ്പുകൾ.
ആ അധ്യായത്തിൽ താൻ ആവർത്തിച്ചു പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഒരു ഫലവും കായ്ക്കാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വാക്കിൽ തന്നെ രണ്ട് കാര്യമുണ്ട്. തോട്ടത്തിലാണ്, മുന്തിരിവള്ളിയിലാണ് എങ്കിലും വസിക്കുന്ന കൊമ്പുമുണ്ട്, വസിക്കാത്ത കൊമ്പും ഉണ്ടെന്ന ആ ഒരു വാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. തോട്ടത്തിലാണ്, തോട്ടക്കാരനുണ്ട്, മുന്തിരിവള്ളിയുണ്ട്, പക്ഷെ എല്ലാ കൊമ്പുകളും മുന്തിരിവള്ളിയിൽ വസിക്കുന്നില്ല. അവിടെ തന്നെ പറയുന്നു, വസിക്കുന്ന കൊമ്പ് കായ്ക്കുന്നു, വസിക്കാത്ത കൊമ്പ് കായ്ക്കുന്നില്ല. അപ്പൊ ഈ തോട്ടത്തിൽ തന്നെ കായ്ക്കുന്ന കൊമ്പുമുണ്ട്, കായ്ക്കാത്ത കൊമ്പുമുണ്ട്. ഈ കൊമ്പൊന്നും പൊട്ടിമുളച്ചു വന്നതല്ല. 18 വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന തോട്ടത്തിൽ കയറി മുളച്ചൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഒട്ടിച്ചു ചേർത്ത കൊമ്പുകളാണ്. സ്തോത്രം. ഒട്ടിച്ചു ചേർത്ത കൊമ്പുകളായിട്ടും തോട്ടക്കാരനുണ്ടായിട്ടും സാക്ഷാൽ മുന്തിരിവള്ളിയോട് ചേർത്താണ് ഒട്ടിച്ചതെങ്കിലും അതിൽ തന്നെ കായ്ക്കുന്ന കൊമ്പും കായ്ക്കാത്ത കൊമ്പുമുണ്ട്, വസിക്കുന്ന കൊമ്പും വസിക്കാത്ത കൊമ്പുമുണ്ട്. ചെത്തി വെടിപ്പാക്കി നല്ല ഫലം കായ്ക്കുന്ന കൊമ്പുകളും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ മുന്തിരിവള്ളിയോട് ചേർന്ന് വസിക്കുന്നതിൽ തന്നെ പല വിഭാഗത്തെ ഈ 15-ാം അധ്യായത്തിൽ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് മത്തായിയോ മർക്കോസോ ലൂക്കോസോ ഒന്നും ഈ സംഭവങ്ങൾ എഴുതിയിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ ഈ ഒരു പ്രഭാഷണം വേറെ ആരും എഴുതിയിട്ടില്ല. അവിടെ എഴുതിയത് പോരാ എന്ന് തോന്നിയിട്ട് യോഹന്നാൻ ലേഖനത്തിൽ എഴുതിയ വാക്യമാണ് നമ്മളെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. എന്താണ് വായിച്ച വാക്യം? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ വസിക്കുക, വസിക്കാതിരിക്കുക, കായ്ക്കുക, കായ്ക്കാതിരിക്കുക. എൻ്റെ കൂടെ ഒന്ന് പറയണേ, നമുക്ക് ശാന്തമായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നേ? കായ്ക്കണോ കായ്ക്കണ്ടായോ, വസിക്കണോ വസിക്കണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ തോട്ടത്തിനകത്ത് വന്ന നീയാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. നിനക്ക് വേണമെങ്കിൽ വസിക്കാം, നിനക്ക് വേണ്ടെങ്കിൽ വസിക്കാതിരിക്കാം. നിനക്ക് വേണമെങ്കിൽ കായ്ക്കാം, നിനക്ക് വേണ്ടെങ്കിൽ കായ്ക്കാതിരിക്കാം. ഇതിനൊന്നും ഞാനോ പാർശ്വങ്ങളോ ഉപദേശിച്ചു തരേണ്ട കാര്യമില്ല. അവൻ്റെ കൂടെ വരണം. വാക്യമാ പറഞ്ഞത്, ആരും നിങ്ങളെ വസിച്ചാട്ട് കുഞ്ഞെ, വസിച്ചാട്ട് കുഞ്ഞെ, കായ്ച്ചാട്ട് കുഞ്ഞെ എന്നും പറഞ്ഞ് ഉപദേശിച്ചു തരേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഏപ്രിലെ 21 ഡിസംബറിലെ 21 പിന്നെ ഒരു 7 3 ഒക്കെ പറയുമ്പോൾ പറയാം. പക്ഷെ എന്നും പറയണമെങ്കിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ അതിനു വേണ്ടി പ്രാപ്തനാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 4-ാം അധ്യായത്തിന്റെ 13 നമ്മൾ വായിച്ചു. എന്താണ് വായിച്ചത്? നാം അവനിലും
അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ. എന്താണ് നമ്മൾ ദൈവത്തിൽ വസിക്കുകയാണ്, ദൈവം നമ്മളിൽ വസിക്കുകയാണ് എന്നുള്ളതിന്റെ ഉറപ്പ് ഒന്ന് പറഞ്ഞ എല്ലാരും കൂടെ. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് എങ്ങനെ നമുക്കറിയാം? നമുക്ക് തന്നിരിക്കുന്ന അവന്റെ ദിവ്യമായ പരിശുദ്ധാത്മാവിനാൽ നാം അത് അറിയുന്നു. അപ്പം ദൈവാത്മാവ് ഒരുത്തനിൽ ഉണ്ടെങ്കിൽ അവൻ ഒരു കാര്യം നിശ്ചയമാണ്, എന്നിൽ ആര് വസിക്കുന്നു? എന്നിൽ ആര് വസിക്കുന്നു? പറഞ്ഞേ. കർത്താവ്. ഞാൻ ആരിൽ വസിക്കുന്നു? സഭ എന്ന് പറയുന്നത് വിശ്വാസി ദൈവത്തിൽ വസിക്കുകയും പുത്രനെ വസിക്കുകയും പുത്രൻ നമ്മിൽ വസിക്കുകയും. പ്രൈസ് ദി ലോർഡ്. ഈ ദിനങ്ങളിലെ പ്രാർത്ഥനയിൽ നാം ഏറ്റവും അധികം ശോധന കഴിക്കേണ്ടത്, ഞാൻ വാസ്തവമായി ക്രിസ്തുവിൽ വസിക്കുകയാണോ? എന്നിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നുണ്ടോ? അതോ പഴയ നിയമത്തിലെ ആത്മാവ് പോലെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും പോയും വന്നും ഇരിക്കുകയാണോ? അതോ കുറച്ചുകൂടെ പുറകിൽ അങ്ങ് നോഗയുടെ കാലത്തെ കാക്കയുടെ കൂട്ട് പോയും വന്നും പിന്നെ വരാതെ ഇരിക്കുകയാണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്കൊന്ന് ആഴമായി ശോധന ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ തെരഞ്ഞെടുത്തത് എൻ്റെ അപ്പൻ്റെയോ എൻ്റെ അമ്മയുടെയോ എൻ്റെ 6 സഹോദരങ്ങളുടെയോ ഞാൻ ഉൾപ്പെട്ടു നിന്ന CSI സമുദായത്തിൻ്റെയോ അവിടുത്തെ അച്ഛൻ്റെയോ ആരുടെ അനുവാദം ചോദിച്ചിട്ടല്ല. മോനെ, നിന്നെ ഞാൻ വെട്ടിയെടുക്കുകയാണ്, ഞാൻ ആകുന്ന മുന്തിരിവള്ളി നിന്നെ ഒട്ടിക്കാൻ പോകുകയാണ്, നീ എന്നോട് പറ്റിച്ചേർന്ന് നിന്നോണം എന്നൊന്നും എൻ്റെ അനുവാദം ചോദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ അനുവാദം ചോദിക്കാതെ, വീട്ടുകാരുടെ അനുവാദം ചോദിക്കാതെ, നാട്ടുകാരുടെ അനുവാദം ചോദിക്കാതെ ഒരിക്കൽ എന്നെ കണ്ടവന്റെ കണ്ണുകൾ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇവനെ വെട്ടിയെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പമായിരിക്കുന്ന ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന്, ആ നാശകരമായ കുഴിയിൽ നിന്ന് ഞാൻ ഇവനെ വെട്ടിയെടുക്കും. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എന്നോട് ചേർത്തൊട്ടിക്കും. എനിക്ക് അവനിൽ വസിക്കണം, എനിക്ക് അവനിൽ വസിക്കണം, അവൻ എന്നിൽ വസിക്കണം. ഇന്ന് രാത്രി ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ആ വിലയൊന്നോർത്ത് അർഹതയില്ലാത്ത നിന്റെ മേൽ ചൊരിയപ്പെട്ട നമുക്ക് ലഭിച്ച ആ പ്രിവിലേജ് ഓർത്തൊരു സ്തോത്രം പറഞ്ഞേ. നിനക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് ഒരു ഭയങ്കര പ്രിവിലേജാണ്. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നിന്റെ പേര് ടോട്ടലി മാറി. നിന്റെ പേര് ദൈവത്തിന്റെ മകനെന്നും ദൈവത്തിന്റെ മകളെന്നുമായി. എന്നിട്ട് നിനക്കൊരു പുതിയ അതോറിറ്റി തന്നു. എന്താണ് അതോറിറ്റി? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ, മെതിക്കാൻ ദൈവം നിനക്ക് അധികാരം തന്നു. ഇന്നിവിടെ ഇരിക്കുന്നതിനകത്ത് മുഴുവൻ വിശ്വാസികളും അധികാരം ലഭിച്ചവരാ. ഈ നിന്റെ അധികാരത്തെ നീ ഒന്ന് യൂസ് ചെയ്യുവാൻ 9ാമത്തെ രാത്രിയിൽ കൃപയാൽ ലഭിച്ച, മക്കളെന്ന പദവിയിലൂടെ ലഭിച്ച, ഒട്ടിച്ചു ചേർത്ത
പദവിയിലൂടെ ലഭിച്ച പ്രൈസ് ദി ലോർഡ് ഒഴുകുന്ന രക്തം മാറി. തോട്ടക്കാരന്റെ തോട്ടത്തിലെ മുന്തിരിവള്ളിയിൽ വെട്ടിയെടുത്ത നിന്നെ ഒട്ടിച്ചു ചേർത്തപ്പോൾ അതുവരെയുള്ള നിന്റെ ദേഹത്തെ ആ വ്യർത്ഥമായ, ആ പദം മറക്കല്ല, വ്യർത്ഥമായ പിതൃപാരമ്പര്യമുള്ള ആ മലിന രക്തം മുഴുവൻ മാറ്റി ഒരു പുതിയ രക്തം നിന്റെ അകത്തേക്ക് കയറ്റി. ഇന്ന് പകൽ ആ രക്തത്തിന്റെ ശക്തി അനുഭവിക്കുന്നവര്, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്റെ ആന്തരികമായ മണ്ഡലങ്ങൾ ഒഴുകുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഓ രക്തത്താൽ ചെയ്യും. തെരഞ്ഞെടുത്തത് ആ നല്ല ബന്ധത്തിൽ നിൽക്കാനാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബാബു ചെറിയാൻ പാസ്റ്റർ ഒരു പാട്ട് പണ്ട് പാടിയായിരുന്നു, എന്നെ തെരഞ്ഞെടുപ്പാൻ എന്നെ മാനിപ്പാൻ ഞാൻ എന്തുള്ളൂ. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഇടയ്ക്കെങ്കിലും ഒന്ന് ചോദിച്ചോണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തെരഞ്ഞെടുപ്പിന്റെ ഏക ലക്ഷ്യം നീ ആ ബന്ധത്തിൽ നിൽക്കണം. 85-ാമത്തെ വയസ്സിൽ വന്യ വയോധികനായ ഒരു ഭക്തൻ തന്റെ സഹപഠനായ യോശുവയോട് വന്നൊരു കാര്യം പറഞ്ഞു. യോശുവേ, എനിക്ക് ഇറങ്ങിയപ്പോ 40 വയസ്സ്, വാഗ്ദത്തം കണ്ടപ്പോ 40 വയസ്സ്. അന്ന് എന്റെ കൂടെ വന്ന 12 പേരിൽ 10 പേരും അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ജനത്തെ കലക്കിയപ്പോൾ ഞാൻ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു, ഞാൻ ജനത്തെ ഉറപ്പിച്ചു. അന്ന് എന്റെ സീനിയർ പാസ്റ്റർ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ നീ കണ്ട കാലുകുത്തി ആ ദേശം ഞാൻ നിനക്ക് തരുമെന്ന്. ആ വാഗ്ദത്തം ഞാൻ കേട്ടിട്ട് ഇപ്പൊ 45 വർഷമായി. എനിക്കിപ്പം വയസ്സ് 85ആയി. വയസ്സ് 85ആയെങ്കിലും വാഗ്ദത്തത്തിന് പ്രായം ചെന്നിട്ടില്ല. ഇന്ന് പകൽ ആ വാഗ്ദത്തം നീ എനിക്ക് തരണം. വിശ്വസിക്കുന്നവര് ദൈവത്തെ സ്തുതിച്ച് നിന്നോട് പറഞ്ഞ, നിന്റെ കുടുംബത്തോട് പറഞ്ഞ, നിന്റെ തലമുറയോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഇന്ന് രാത്രി പ്രായം മറന്ന് ചോദിച്ചു വാങ്ങാൻ. ഓ രാബല ശബ്ദരാധര വൈഡപ്രമനാദര റികൽക്കനാദുരേ. യോശുവ പറഞ്ഞു, അവിടെ അമാലിയക്ക് ശക്തികളുണ്ട്. അവര് സാധാരണ മനുഷ്യരല്ല. വലിയ രാക്ഷസ ബലവും രാക്ഷസ വലിപ്പവുമുള്ളവരാണ്. നിന്റെ വാഗ്ദത്തത്തിന് മീതെ അവർ കുടിയിരിക്കുകയാണ്. നിനക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? പണ്ട് 45 വർഷം മുമ്പേ പറഞ്ഞ ദൂതാന്നും പറഞ്ഞ് ഈ വയസ്സനാങ്കാലത്ത് അതിനുവേണ്ടി മെനക്കെടാൻ പോയിട്ട് വല്ല അമാലിയേക്കന്റെയും കൈകൊണ്ട് തട്ടിപ്പോണോ? ഹലോ, പ്രൈസ് ദി ലോർഡ്. കാലേബ് പറഞ്ഞു, എന്റെ പുറമെയുള്ള മനുഷ്യനാ 85, എന്റെ അകത്തെ മനുഷ്യൻ ഇപ്പോഴും 40. ഇന്ന് രാത്രി നിന്റെ വാഗ്ദത്തങ്ങളെ വെട്ടിപ്പിടിക്കാൻ തടസ്സമായി നിൽക്കുന്ന അമാലിയ വ്യാപാരങ്ങൾക്കെതിരെ ഒരു പടപൊരുതാൻ കഴിയുന്ന യുദ്ധത്തിന് തയ്യാറാകുന്ന ഒരു അഭിഷേകം. ഓ ജീബാലമന ശബ്ദരാധാര വൈശാരമന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ വാഗ്ദത്തങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന
നീ അനുഭവിക്കേണ്ട ചില വാഗ്ദത്തങ്ങളെ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി പിടിച്ചു വച്ചിരിക്കുന്ന ചില അമാലേക്ക് വ്യാപാരങ്ങളെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം വെട്ടി മാറ്റുവാൻ പോകുകയോ. ഓ ചൂടബലമനക ശബ്ദരദരജ റിഗദരമനദു രൗഡമനാദര. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമടിച്ച് അലരമന ധീരദരദര വൈഡരമന റൗഷരദര റിഗൽകമന. യെസ് 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 യെസ്. Praise the Lord. Praise the Lord. നമ്മെ തെരഞ്ഞെടുത്തവന് സന്തോഷമോ ദുഃഖമോ? ഒരുത്തൻ കഴുതയെ തപ്പി നടക്കുക. സ്തോത്രം. കഴുതയെ തപ്പി നടന്നവൻ നടന്ന് കഴുതയുമില്ല, കാശുമില്ല. അപ്പം ദാസൻ പറഞ്ഞു, എൻ്റെ ഒരു കാശയേക്കലുണ്ട്, നമുക്ക് അതുകൊണ്ടാണ് ദൈവദാസനെ കാണാം. ദൈവദാസനെ കണ്ടു. കഴുതക്കാരൻ രാജാവായി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? സ്തോത്രം. പക്ഷെ അടുത്ത അധ്യായം ദൈവം പറയുകയാണ്, ഞാൻ ശൗലിനെ തെരഞ്ഞെടുത്തതിൽ. ബാക്കി നിങ്ങൾ പറ. ഹലോ, പൊക്കം കുറഞ്ഞിട്ടാണോ? പേഴ്സണാലിറ്റി ഇല്ലാഞ്ഞിട്ടാണോ? കാശുള്ള വീട്ടിൽ ജനിക്കാഞ്ഞിട്ടാണോ? സ്വത്രാജിയിടാൻ പൈസ ഇല്ലെങ്കിലും അവൻ കാശുള്ള കീശിന്റെ മോനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നല്ല കാശുള്ള കീശിന്റെ മോനാ. പക്ഷെ സമയത്ത് വന്നപ്പം വീട്ടിൽ നിൽക്കുന്ന വേലക്കാരൻ്റെ പോക്കറ്റിൽ ചില്ലറ കൊണ്ട് അവന് സ്വത്രാജി ഇട്ടെ. എന്നിട്ടും അവനെ തെരഞ്ഞെടുത്തു. പക്ഷെ തെരഞ്ഞെടുത്തവൻ ഇപ്പോൾ കരയുകയാണ്. അഭിഷേകം ചെയ്തവൻ മറ്റൊരു മുറി കരയും. 2 ഇടത്ത് കരച്ചിൽ. എൻ്റെ കൂടെ ഒന്ന് വരണം. അഭിഷേകം ചെയ്ത ശൗമേല് കരയുന്നു, തെരഞ്ഞെടുത്ത ദൈവത്തിന് ദുഃഖം. എന്താ പ്രശ്നം? കൃപയിൽ വന്നപ്പോൾ നിർമൂലമാക്കണമെന്ന് ദൈവം പറഞ്ഞതിനെ. പ്രൈസ് ദി ലോർഡ്. ആരാധനയും യാഗവും എല്ലാം പുള്ളിക്കുണ്ട്. ശൗമേൽ വന്നില്ലെങ്കിൽ തന്നെ യാഗം നടത്താൻ. ഇപ്പം ബഹുമാനപ്പെട്ട പാർസങ്ങളോ ഞാനോ ഒന്നുമില്ലെങ്കിലും വേണ്ടി വന്ന കയറി യാഗം നടത്താൻ പുള്ളിക്കറിയാം. സ്തോത്രം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പുള്ളിക്ക് എല്ലാം അറിയാമെങ്കിലും നിർമൂലമാക്കേണ്ടതിനെ പറ. സ്തോത്രം. തെരഞ്ഞെടുത്തവൻ പറയുകയാണ്, ഇവനെ ഞാൻ തെരഞ്ഞെടുക്കേണ്ടി വന്നല്ലോ. ഹലോ, ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നു, നിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തെരഞ്ഞെടുത്തവൻ സന്തോഷിക്കുന്നോ ദുഃഖിക്കുന്നോ? ഓ, എല്ലാം നിർമൂലമാക്കിയോ? ദൈവത്തിന് ഹിതമല്ലാത്തതെല്ലാം നിർമൂലമാക്കിയോ? വസിക്കുന്നവനാണെങ്കിൽ ഈ മുന്തിരിവള്ളിയിൽ വസിക്കണമെങ്കിൽ ഈ മുന്തിരിവള്ളിക്ക് യോഗ്യമല്ലാത്തതെല്ലാം നീ ചെത്തി വെടിപ്പാക്കണം. എല്ലാം കൂടെ വലിച്ചു കയറ്റിക്കൊണ്ട് ഒട്ടിച്ചുകൊണ്ട് പോകുന്നതല്ല ഈ മുന്തിരിവള്ളി. നല്ല സ്തോത്രം പറയണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും വസിക്കുന്നു എന്ന് നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ അറിയുന്നെങ്കിൽ, പാട്ട് ക്ലൈമാക്സിലെത്തുമ്പോ പറയുന്ന 3 അന്യഭാഷയല്ല ഇവിടെ വിഷയം.
കയ്യടി മുറുകുമ്പോ പറയുന്ന വെപ്രാളത്തിൽ പറയുന്ന രണ്ട് അന്യഭാഷയല്ല വിഷയം. അതിനപ്പുറത്ത് ഇന്ന് രാത്രിയിൽ ചേർന്ന് വസിക്കുന്ന ഒരഭിഷേകത്തിന്റെ അധികാരം നിന്റെ മേൽ തന്നിട്ടുണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുന്നവർക്കായി ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. അഭിഷേകത്തിന്റെ ഒരു വ്യാപാരമാലയത്തിൽ വെളിപ്പെട്ടാൽ ഇന്ന് രാത്രി അഴിയാത്ത പോരുകളില്ല. ഈ മോശ പ്രാർത്ഥിച്ചാല് മന്ന പൊഴി, മോശ പ്രാർത്ഥിച്ചാൽ വെള്ളം ചാടി പുറപ്പെടും, മോശ പ്രാർത്ഥിച്ചാൽ കാട പറന്നു വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതെല്ലാം കഴിക്കുന്നവൻ വസിച്ചത് ചെങ്കടലിൽ കൂടെ ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ. സ്നാനം ഒറ്റ പ്രാവശ്യം മതി. പക്ഷേ അവർ കനാനിലെത്തുന്നത് വരെ മേഘത്തിലെ സ്നാനം നടന്നുകൊണ്ടിരിക്കുക. മേഘം വെള്ളിയാഴ്ച 21-നും 40-ക്കും അല്ല വന്നേ. ചെങ്കടലിൽ കൂടെ ഒറ്റ പ്രാവശ്യം കയറിപ്പോയാ മതി. പക്ഷെ അവർ മേഘത്തിൻ കീഴേ സഞ്ചരിച്ചു. സ്വോത്രം പറയണം. എത്ര വർഷം മന്ന കഴിക്കുക എന്ന് പറഞ്ഞ് മേഘം മാറിയില്ല. അത് തണുപ്പാകേണ്ടപ്പോ തണുപ്പായി, തീയാകേണ്ടപ്പോ തീയായി. ബാലാക്കിനെ പോലെ ബിലയാമിനെ പോലുള്ള വ്യാപാരങ്ങൾ വന്നപ്പോൾ അത് ജനത്തെ മറച്ചു. ഒരു പ്രാക്കുമേകാതെ, നിന്നെ അവന്റെ കണ്ണിന് കാണാതെ ഈ മേഘം നിന്നെ പൊതിഞ്ഞു. പ്രാകുന്നവൻ പ്രാകും, ശപിക്കുന്നവൻ ശപിക്കും, ആഭിചാരക്കാരൻ ആഭിചാരം ചെയ്യും, മന്ത്രവാദക്കാരൻ മന്ത്രവാദം ചെയ്യും. പക്ഷെ നിന്റെ മിടുക്കല്ല, മീതെയുള്ള മേഘം ഇന്ന് രാത്രിയിൽ നിന്നെ മറയ്ക്കുകയാ. മറയ്ക്കുന്ന മേഘത്തിന്റെ കീഴിൽ ഈ രാത്രി ആരാധിച്ച് ജയമെടുക്കണം. നീ മേഘത്തിന്റെ കീഴെ തന്നെ നിൽക്കണം. മന്നയുടെ ഗ്യാരണ്ടി എവിടുന്നാ പൊഴിഞ്ഞേ? എവിടുന്നാ പൊഴിഞ്ഞേ? സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തിൽ നിന്ന് പൊഴിയുന്ന സാധനത്തിന് 24 hours ഇല്ല. രാവിലെ പൊഴിഞ്ഞ വൈകുന്നേരകം തീരും, തീർന്നില്ലേ നാറും. ഉത്തരം പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, മേളിന്ന് പൊഴിഞ്ഞതാ. പക്ഷെ രാവിലെ 5-ന് പറക്കിയ വൈകിട്ട് 5-ന് മുമ്പ് തിന്നു തീർത്തോണം. തിരികല്ലിൽ പൊടിച്ചോ, അരകല്ലിൽ അരച്ചോ, ഓറലിൽ ഇടിച്ചോ, കലത്തി പുഴുങ്ങിയോ, നീ തിന്നോ. പക്ഷെ 6 മണിക്ക് ശേഷം വീട്ടിൽ ആ സാധനം ഇരുന്നാൽ അതവിടെ ഉണ്ടെന്ന് നാട്ടുകാരറിയും. നിന്റെ പഠിക്ക കൂടെ പോകുന്നവരെല്ലാം ഇങ്ങനെ പോവും. നിങ്ങൾ മിണ്ടുന്നില്ല. എവിടുന്ന് പൊഴിഞ്ഞതാ? പ്രൈസ് ദി ലോർഡ്. അതേ മന്ന പെട്ടകത്തിയിരുന്നു. 24 മണിക്കൂറല്ല, 40 വർഷമായിട്ട് നാറിയില്ല. ഹല്ലേലൂയ. ആ മന്നയോട് ചോദിച്ച ആ മന്ന പറയും, ഞാൻ അകത്ത് വസിക്കുക, ഞാൻ പെട്ടകത്തിനകത്ത് വസിക്കുക, നീ എന്നിലും ഞാൻ നിന്നിലും വസിക്കുന്നുവെന്ന് ഈ രാത്രി വിശ്വസിച്ചേറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവ് പുതിയ നിയമത്തിൽ വന്നും പോയി നിൽക്കുകയല്ല, ഈ ആത്മാവ് അകത്ത് വസിക്കുന്നവൻ. ആത്മശക്തിയോട് ഇന്ന് രാത്രി ആ പുതിയ പെട്ടകത്തിനകത്തിരിക്കുന്ന ആ പൊൻപാത്രത്തിലെ മന്ന പോലെ പന്ത്രണ്ട് ഗോത്രത്തിലെ 30 ലക്ഷം പേരുടെ പെരയ്ക്കകത്തും 6 മണി കഴിഞ്ഞ് നാറ്റം വരുമ്പോൾ 40 വർഷമായിട്ട് നാറാതെ മന്നയിരിക്കുക. ആ മന്ന ഇന്ന് രാത്രിയിൽ PC ചെറിയാൻ പാസ് പ്രസംഗിക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് സാക്ഷി പറയാൻ സമയം കൊടുത്താൽ ആ മന്ന പറയും, എൻ്റെ മിടുക്കൊന്നുമല്ല,
എൻ്റെ സ്വഭാവം നാറുന്നതാ. കൈ അടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി മൗനമായിരിക്കാതെ നീ ആരാധിക്കേണ്ട രാത്രിയാണ്. ഹല്ലേലൂയ. ഓ, അപ്പൊ നമ്മൾ പറയും കേക്കട്ടെ കേക്കട്ടെ കേക്കട്ടെ. ഉടനെ മന്ന പറയും എൻ്റെ അപ്പുറത്ത് ഒരു 5 കൽപ്പന, ഇപ്പുറത്ത് ഒരു 5 കൽപ്പന. ഞാൻ ഇരിക്കുന്നത് ഈ പ്രമാണത്തിന്റെ ഇടയ്ക്ക, അടുക്കളയിലെ കലത്തിനിടയ്ക്കല്ല, പുട്ടുകുറ്റിക്കകത്തല്ല, ചപ്പാത്തിപ്പലയുടെ കീഴിലല്ല, അരകലിനകത്തല്ല. ഞാൻ ഇരിക്കുന്നത് പ്രമാണത്തിനിടയ്ക്ക. കേടാകാതിരിക്കുന്നതിന്റെ കാരണം ആ മന്നയുടെ ഈ മന്നയുടെ സ്വഭാവം ഒന്നാണെങ്കിലും ഞാൻ ഇരിക്കുന്നത് പ്രമാണത്തിന്റെ ഇടയ്ക്കാ. നല്ല ഹല്ലേലൂയ പറയണം. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രമാണത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുന്നവനെ തകരാതെ സൂക്ഷിക്കാൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന്. ഓ, ഈ രാത്രി വസിക്കുന്നവൻ ദൈവത്തെ ഒന്ന് ആരാധിച്ച് അവനിൽ വ്യാപരിക്കുന്ന ആത്മശക്തിയാൽ ഈ രാത്രി വെളിപ്പെടേണ്ടതിന് ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ എന്റെ മീതെ വെച്ചിരിക്കുന്നത് ശുശ്രൂഷയ്ക്കെതിരെ, അഭിഷേകത്തിനെതിരെ, ദൈവിക തെരഞ്ഞെടുപ്പിനെതിരെ, ദൈവിക നിയോഗങ്ങൾക്കെതിരെ മത്സരിച്ച് അകത്തളങ്ങളിൽ കുരുട്ടുബുദ്ധി കൊണ്ട് ഗൂഢാലോചന നടത്തി തകർക്കാൻ നിന്ന വെല്ലുവിളിച്ച പ്രൈസലോ കോരകിനെയും ദാദാമിനെയും അബീരാമിനെയും ന്യായം വിധിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് തളിർത്ത് പൂത്ത് കായ്ച്ച് ബദാഫലമുണ്ടായ സാക്ഷ്യത്തിന്റെ വടിയുടെ അകത്തായിരിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവാത്മാവ് സഭയ്ക്ക് ദൂത് കൈമാറുകയാ. ശക്തിയോടെ നിമിഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. അല്ലെ നീ ഇരിക്കുന്ന സ്ഥലത്തിന്റെ തേജസ് ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങി വസിക്കേണ്ടതിന്. ഇതെന്തോ ബന്ധമായി ചേർന്ന് വസിക്കുന്നേ. അബ്രഹാമിനോട് അബ്രഹാം പറയും, എന്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്ന ബന്ധം. സ്തോത്രം പറഞ്ഞില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിക്കുവാണെങ്കിൽ ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിളിച്ചാ പോകുന്ന ബന്ധമല്ല, വിളിക്കാതെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഒരുക്കുന്നിടത്തിരുന്ന് ഞാൻ കൊടുക്കുന്നത് കഴിക്കുന്ന ഒരു ബന്ധം. ഓ, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് അവനിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി ആത്മാവകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഓ, praise the Lord, praise the Lord, praise the Lord. ഓ, രക്തത്താല് വചനത്താല് ജയം. യേശുവിന്റെ രക്തത്താല് വചനത്താല് ജയം. യേശുവിന്റെ വചനത്താൽ രക്തത്താൽ ജയം. ഒരിക്കലും ഇവിടെ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ കർത്താവ് എല്ലാം ചെയ്യുന്നത് എൻ്റെ ഓർഡറിലാണ്. ഓർഡർ തെറ്റി കർത്താവ് ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പാഴായതിനെ തന്നെ കർത്താവ് ആദി ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്നു, അല്ലേ? ഉയർത്തിക്കൊണ്ട് വന്നതിനെ കർത്താവ് ഒന്ന് സെറ്റ് ചെയ്തു. വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുള് ഒരു ഭാഗത്തേക്ക് മാറട്ടെ, വെള്ളം ഒരു ഭാഗത്തേക്ക് മാറട്ടെ, കര കാണായി വരട്ടെ. നോക്കി, എല്ലാം സെറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പകൽ വാഴാൻ സൂര്യൻ ഉണ്ടാകട്ടെ, രാത്രി വാഴാൻ ചന്ദ്രൻ ഉണ്ടാകട്ടെ, പകലും രാത്രിയും തമ്മിൽ വേർപിരിയട്ടെ. സ്തോത്രം. പാതി വെള്ളം കടലായി മാറട്ടെ, ബാക്കി വെള്ളം മേഘമായി മാറട്ടെ. ഹലോ, നോക്കി ഒരു ഫ്രെയിമിനകത്താക്കുക. വിളിച്ച് ഒട്ടു ചേർത്ത് നീ എങ്ങനെയാലും ജീവിച്ചോ എന്നും പറഞ്ഞ് ചുമ്മാ വിടുന്ന കർത്താവല്ല, എല്ലാം സെറ്റ് ചെയ്യുക. എൻ്റെ കൂടെ ആണോ നിങ്ങൾ? ഉയർത്തിയെടുത്തു, സെറ്റ് ചെയ്തു, ഒരു ഫ്രെയിമിനകത്താക്കി. ഓർഡർ തെറ്റി പോകുന്നതൊന്നും ദൈവത്തിൻ്റെ അല്ല. സ്വോത്രം പറയണം, സ്വോത്രം പറയണം. നമ്മുടെ വാക്യം വിട്ടുപോകല്ലേ. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു എന്ന്. അവനിൽ വസിക്കുന്ന ആത്മാവിനാൽ. അപ്പൊ ആത്മാവിനെ തന്നേക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനാ. സ്തോത്രം. കർത്താവ് എന്തിനാ കരഞ്ഞേ? ഭയങ്കര ആഘോഷം നടക്കുക, ഭയങ്കര ആഘോഷം. ചെറിയ ആഘോഷമല്ല. 12 ഗോത്രം ഇളകിയേക്കുക. ഭാവി പ്രതീക്ഷയായ രാജാവ് കഴുതക്കൂട്ടിന് പുറത്ത് കയറി വരുന്നു. അവർക്ക് സന്തോഷമായി, ഞങ്ങളുടെ രാജാവ് അധികാരമേക്കാൻ പോവുകയാണ്. സ്തോത്രം. അവൻ അധികാരമേറ്റാൽ പിന്നെ മന്നയും പറക്കണ്ട, തിരികല്ലി പൊടിക്കുകയും വേണ്ട. അവനെടുത്ത് പൊക്കും, ഒരു സ്തോത്രം പറയും, കഴിച്ചോളാൻ പറയും, പിന്നെ ഇതങ്ങ് നിറയുക. ഹലോ, മിണ്ടുന്നില്ല. യേശു രാജാവായാൽ ഇവരുടെ പ്രതീക്ഷ വേറെയാ. എന്താ പ്രതീക്ഷ? വിതയ്ക്കണ്ട, കൊയ്യണ്ട, കളപ്പുരയിൽ കൂട്ടിവെക്കണ്ട, തീറ്റയും കഴിഞ്ഞ് യോഗം കഴിഞ്ഞ് ഓരോ കൊട്ടയും കൊണ്ട് വീട്ടിൽ പോവാം. ഹലോ, ഇങ്ങനൊരു രാജാവ് രാജാവാകുമെങ്കിൽ പിന്നെ എന്തോ വേണം? അപ്പൊ അവരെന്തേ? അത്ഭുത മന്ത്രി. അവരുറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്രന് ഓശന്ന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് ദേ ഞങ്ങളുടെ രാജാവ് കഴുതക്കുട്ടി പുറത്തു വരുന്നു. അവരുടെ ആരാധനയുടെ ഘോഷം പുരോഹിതന്മാരുടെ അരമനകളെ ഇളക്കി, അവരുടെ സിംഹാസനങ്ങളെ ഇളക്കി, അവരുടെ സ്വസ്ഥത കെട്ടു. അവർ പറഞ്ഞു, യുവന്മാരോടൊന്ന് മിണ്ടാതിരിക്കാൻ പറ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ മിണ്ടാതായല്ലോ. ഹലോ, അവരുടെ ആഗ്രഹമായിരുന്നു നമ്മൾ മിണ്ടല്ലെന്ന്. പണ്ട് നമ്മൾ മിണ്ടിക്കൊണ്ടിരുന്നവരാ. ഇപ്പൊ അവരുടെ ആഗ്രഹം എന്ത് ചെയ്തു? നമ്മളൊന്നും പറയുന്നില്ല. യേശു പറഞ്ഞു, ഇവര് മിണ്ടാതിരുന്നാൽ, ഓ ഹല്ലേലൂയ, ഇവര് മിണ്ടാതിരുന്നാൽ എനിക്ക് മിണ്ടാൻ വേണ്ടി ഇവരാരും വേണ്ട. എന്റെ വാക്കിനുളവായ കല്ലുണ്ട്. എന്റെ വാക്കിനുളവായ കല്ലുകൾ ആർക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ജാഥയിൽ, ഈ ആഘോഷത്തിൽ വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ആരാ? പറഞ്ഞേ, യേശു അല്ലേ? പക്ഷേ യേശു കരയും, ബാക്കി എല്ലാവരും സന്തോഷിക്കുക, ഭയങ്കര ആഘോഷം, ആർപ്പിടുക. നമ്മുടെ വയനാട്ടിൽ ആ പ്രിയങ്കയൊക്കെ വന്നപ്പോൾ ഉണ്ടായതിനെ കാട്ടി വലിയ ബഹളത്തിൽ ജനം കടന്ന് ബഹളം വെക്കുക. യേശു കരഞ്ഞ ലാസർ ചത്തത് ഓർത്തല്ല, നൈലിലെ വിധവയുടെ കൊച്ചി ചത്തത് ഓർത്തല്ല. യേശു അത് കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. നമ്മൾ ഇത് കണ്ടും വെച്ച് ഇതിനെക്കുറിച്ച് കൈയടിച്ചുകൊണ്ടിരിക്കുക. ചെറിയ വ്യത്യാസം. നമ്മൾ ഇത് കണ്ടിട്ട് ഏതാ? ഇന്നത്തെ ജോലി, ഇന്നത്തെ കാറ്, ഇന്നത്തെ പിള്ളേർ, ഇന്നത്തെ വീട്, ഇന്നത്തെ സമ്പത്ത് എല്ലാം കണ്ട് ഇത് കണ്ടേച്ച് നമ്മൾ ആരാധിക്കുക. യേശു അത് കണ്ടു.
ഇന്ന് രാത്രി 8:30 കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്നവർ മാത്രം ഒന്ന് കൈപൊക്കിക്ക്. ഇന്ന് രാത്രി 8:30 കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്നവര്? അറിയത്തില്ലല്ലോ. അടുത്ത 30 വർഷം കഴിഞ്ഞുള്ള കാര്യം കർത്താവ് കണ്ടു. നമ്മൾ ഇന്ന് രാത്രിയുടെ കാര്യം കണ്ടും വെച്ചിരിക്കുക. 30 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യം കണ്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു അത് കണ്ടു, അതിനെക്കുറിച്ച് കരഞ്ഞു. യേശു ഒരു പദം പറഞ്ഞു. നമ്മൾ ഈ ആളുകളൊക്കെ മരിച്ചു കിടക്കും, പദം പറഞ്ഞ് കരയത്തില്ലേ? പദം പറഞ്ഞു. എന്താന്ന് കേൾക്കണ്ടേ? ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നറിയാമോ? എന്നിട്ടും നിനക്ക് മനസ്സായില്ല. നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ലോകത്തിൻ്റെ തിമിരം നിന്റെ കണ്ണിനെ അടച്ചിട്ട് അതിപ്പോൾ നിന്റെ കണ്ണിന് മറവായിരിക്കുന്നു. ഓ, നിന്റെ സന്ദർശനകാലം നീ ഒന്നറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്വത്രം പറഞ്ഞില്ല. കർത്താവിൻ്റെ സങ്കടം സന്ദർശനം ഇവരെന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. ഒരു നല്ല യൗവനക്കാരി കൊച്ച് അവിടെ യൗവനപ്രായമായപ്പോൾ അവിടെ രോഗിയായി. രോഗം വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. അപ്പനും അമ്മയും ആങ്ങളമാരും അനിയത്തിയും ചേട്ടത്തിയും കൂടി ഒരു മുറിക്കകത്തവളെ അടച്ചിട്ടു. മുറി ഒരു ജയിൽ പോലായി. അവക്ക് വേണ്ടി മാത്രം ചോറിനാനൊരു പാത്രം, അവക്ക് കുളിക്കാൻ വേറെ ബക്കറ്റ്, അവക്ക് കുളിക്കാൻ വേറെ കുളിമുറി, അവളുടെ ഡ്രസ്സ് വെക്കാൻ വേറെ അലമാരി, എല്ലാത്തിനും അവളെ വേർപെടുത്തി. പെരയ്ക്കകത്താണെങ്കിലും ആരുമായിട്ട് അവക്ക് സംസർഗമില്ല. അവക്ക് പള്ളിയിൽ പോകാനൊക്കത്തില്ല, അവക്ക് ആരാധനയ്ക്ക് പോകാനൊക്കത്തില്ല. ചികിത്സ നടക്കുന്നുണ്ട്, ഉള്ളതെല്ലാം വിറ്റ് ചികിത്സിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവൾ പെരയ്ക്കകത്തിരിക്കുമ്പോൾ അപ്പൻ അറിയാത്ത, അമ്മ അറിയാത്ത, ആങ്ങളമാരറിയാത്ത ഒരു കാര്യം അറിഞ്ഞു. ഞങ്ങളുടെ പടിക്കക്കൂടെ ഒരു സന്ദർശനം പോന്നു. സന്ദർശനം പോന്ന കാര്യം പറഞ്ഞപ്പോൾ ഡാഡി ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. 21-ന്റെ 9 ഇന്ന് PC ചെറിയാനാ വരുന്നത്. എന്നാ ഒന്ന് പോയിട്ട് വരാമെന്ന് ഞാൻ അനുവാദം ഒന്നും ചോദിച്ചില്ല. അവൾ ആ ചങ്ങല പൊട്ടിച്ച് ആ റൂം തള്ളി തുറന്ന് ഇറങ്ങി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഹല്ലേലൂയ. സന്ദർശനം പോകുന്നതിന് മുമ്പേ ഓടിച്ച് ഇടയ്ക്കൂടെ കയറി ഒരൊറ്റ ടച്ചിങ് ചെയ്തപ്പോൾ അവിടെ കെട്ടുവഴിഞ്ഞു. ഇന്ന് രാത്രി സന്ദർശനം നീ അറിഞ്ഞാൽ, ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി നീ സന്ദർശനം അറിയണം. ഹല്ലേലൂയ. കർത്താവ് നിന്നു. കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? യോഗത്തിന് 10,000-50,000 പേരുണ്ട്. ഭയങ്കര പുരുഷാരമാണ്, എണ്ണിക്കൂടാത്ത പുരുഷാരമാണ്. ചോദ്യം ചോദിച്ച് ആരാണ് എന്നെ തൊട്ടത്? യോഗത്തിന് വന്ന 30,000 പേരിൽ 29,999 പേർക്ക് ഇത് പ്രശ്നമല്ല. അവർ കൈയടിച്ചായിരുന്നു, അവർ അന്യഭാഷ പറഞ്ഞായിരുന്നു, അവർ പാട്ട് പാടിയായിരുന്നു. പക്ഷെ അവർക്കാർക്കുമില്ലാത്തൊരു വിടുതൽ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എല്ലാരെയും എനിക്കറിയണ്ട, എങ്കിൽ നിന്ന് ചേർന്നു വസിച്ചപ്പോൾ, പറ്റിച്ചേർന്നിരുന്നപ്പോൾ ആ രക്തത്തിന്റെ ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് രാത്രി ശക്തി ചിലരിലേക്ക് പുറപ്പെടുകയാ. ചേർന്ന് വസിക്കുന്നവരിലേക്ക് ശക്തി പുറപ്പെടുകയാ. ശക്തി പുറപ്പെട്ടാൽ, ശക്തി പുറപ്പെട്ടാൽ ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കില്ല. ശക്തി പുറപ്പെട്ടാൽ, ഓ ദിബ രമന രഗതജാല വൈഡ വേദന ഉഷാ രമനെ. ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ രാത്രി പറ്റി നിന്നവൻ പറഞ്ഞു, അതെനിക്ക് തരണം. പ്രായമൊന്നും വിഷയമല്ല,
വാഗ്ദത്തമുള്ളവന് പ്രായം വിഷയമല്ല. പ്രായം മറന്ന് ഇന്ന് രാത്രി നീ ചിലത് വെട്ടിപ്പിടിച്ചോണം. നിന്റെ വാഗ്ദത്തങ്ങൾക്ക് മീതെ കുടിയിരിക്കുന്ന അമാലേക്ക് വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ തകർത്ത് നീ ചില വാഗ്ദത്തങ്ങളെ ഇന്ന് രാത്രി വെട്ടിപ്പിടിക്കുവാൻ കരുത്തു പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, അധികാരം പ്രാപിച്ച നസ്രയനായ യേശുവിന്റെ നാമത്തിൽ. ഓ, സൈന്യത്താലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. നാൽപ്പത് വർഷമായിട്ട് ഒരുത്തൻ തെണ്ടിക്കൊണ്ടിരിക്കുക. പേര് പോലും, സ്വന്തം പേരില്ല. വില്ലേജിലെ പഞ്ചായത്തിൽ ചെന്നാൽ പറയാം, ആദ്യം പേരുണ്ടായിക്കൊണ്ട് വരാൻ പറയും. പേരെന്തുവാ? തിമായിയുടെ മോനായ തിമായി. അങ്ങനെ ഒരു പേരുണ്ട്, ബെർത്തിമായി. സ്തോത്രം. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇവന്റെ ജീവിതകാലം മുഴുവൻ ഇവൻ തെണ്ടത്തേ ഉള്ളൂ, എരന്ന് ജീവിക്കുക. പക്ഷെ അവൻ ഇങ്ങനെ നിൽക്കുന്നു, കണ്ണില്ല, കണ്ണില്ല. ഒരാരാവാരം. അവൻ ചോദിച്ചെന്താ പതിവില്ലാത്ത ഒരു ജാഥ പോന്നത്? ആരോ പറഞ്ഞു സന്ദർശനം കടന്നു പോവാ. ഹല്ലേലൂയ. നടപ്പിന് ഭയങ്കര സ്പീഡാ. മണിക്കൂറുകൾ കൊണ്ട് 80 മൈലൊക്കെ നടന്നു പൊക്കളി. 8 നാഴിയൊക്കെ പാന് ഒരു പകല് വേണ്ട. 2 പേരുടെ കൂടെ യെരൂശലേമിൽ നിന്ന് എമ്മോസ് വരെ 8 നാഴി ഒറ്റ നടപ്പാണെന്നു. അത്ര സ്പീഡാ. സ്തോത്രം. ഇപ്പൊ ഈ സ്പീഡ്, ഈ സാന്നിധ്യം ഇങ്ങനെ പോകുമ്പോൾ അവനൊരൊറ്റ വിളി, സാന്നിധ്യം പോകുന്നതിന് മുമ്പേ. ഹല്ലേലൂയ. യേശു നിന്നു, യേശു നിന്നു. രക്തസ്രാവക്കാരിക്ക് വേണ്ടി യേശു നിന്നു. ഈ ബർത്തിമായിക്ക് വേണ്ടി യേശു നിന്നു. മരത്തെ കയറിയിരുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി യേശു നിന്നു. ഇന്ന് രാത്രി എല്ലാവർക്കും വേണ്ടിയല്ല. നിന്റെ സന്ദർശനം നീ അറിയണം. ഈ ഉപവാസം നിന്റെ സന്ദർശനമാ. ഈ ഉപവാസം നിന്റെ സന്ദർശനമാ. ഈ ഉപവാസം ബേഥേലിന്റെ സന്ദർശനമാ. ഈ ഉപവാസം ബേഥേലിന്റെ സന്ദർശനമാ. ഈ പട്ടണം സന്ദർശനം അറിയാൻ പോകുകയാ. ഈ ബാംഗ്ലൂർ പട്ടണം സന്ദർശനം അറിയാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്ന് രാത്രി സന്ദർശനം അറിയുവാൻ. ഓ യേശുവിന്റെ നാമത്തിൽ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഈ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി നീ വിചാരിക്കുന്ന ഒന്നും വേണ്ട. എന്നോട് ക്ഷമിക്കണം. ഇരുകര കവിഞ്ഞൊഴുകുന്ന യോർദാനാണേൽ നീ ഉള്ളംകാലൊന്ന് ചവിട്ടിയാൽ മതി, പ്രശ്നം തീരും. ഇനി എരിഹോവിന്റെ കോട്ടയാണെങ്കിൽ JCB വേണ്ട, ടിപ്പർ ലോറി വേണ്ട, ക്രെയിൻ വേണ്ട, പിക്കാസ് വേണ്ട, നീ ഒന്ന് ആരാധിച്ചാൽ മതി. ഒന്ന് ചുറ്റി ആരാധിച്ച താഴാത്തൊരു കോട്ടയില്ല. ഈ 9ാമത്തെ രാത്രി അത് വെളിപ്പെടണം. ഇവിടെ യോഗം നടക്കുമ്പോൾ നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ ദുഷ്ടപ്പിശാച് കെട്ടി ഉയർത്തിയ ചില കോട്ടകളെല്ലാം ഇന്ന് പകൽക്കാലം ഇടിഞ്ഞു താഴണം. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഇവിടെ മാത്രമല്ല, ലൈവിൽ കാണുന്നവരോട് പറയട്ടെ, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ, തലമുറയുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ ദൂതൻ ഉയർത്തി ഉറപ്പാക്കിയ ചില കോട്ട കൊത്തളങ്ങൾ ഈ ആരാധന ഇടിഞ്ഞു താഴുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ നന്നായിട്ട് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് ആത്മാവ് വസിക്കുന്നവൻ,
അകത്ത് ആത്മാവ് വസിക്കുന്നവൻ ഈ രാത്രി ആത്മാവിൽ ചതിനെ വെട്ടിപ്പിടിക്കട്ടെ. Praise the Lord. നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യം ഇല്ല. എന്തുകൊണ്ട്? ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട്. Praise the Lord. Praise the Lord. ഈ രാത്രി ഉറപ്പ് പ്രാപിച്ച നീ ഓടിവിടാവും. ആ ഉറപ്പ് പ്രാപിച്ച യോഗ 8:30 8:45 തീർന്നൊന്നുമില്ല. Praise the Lord. അങ്ങനെ ആയിരുന്നു ഇവിടെ ഉപവാസം പണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഈ ടൈമൊക്കെ വെച്ചേ. ഇപ്പോഴാ ടൈം വെച്ചേ. ഇപ്പോഴാ വാച്ചും ക്ലോക്കും ഉണ്ടായേ. വാച്ചും ക്ലോക്കും ഇല്ലാത്ത ഒരു ആരാധനാകാലം ഉണ്ടായിരുന്നു. അന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളുന്നവരെ സ്വീകരിക്കുന്നതായിരുന്നു സഭ. ഇന്ന് സഭയ്ക്ക് വേണ്ടാത്തവരെ സ്വീകരിക്കുന്ന സ്ഥലം മെഡിക്കൽ കോളേജായിട്ട് മാറി. തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം. ഈ രാത്രി തിരിച്ചു പിടിക്കണം. മനുഷ്യൻ കൈവിട്ടതിനെ, വൈദ്യശാസ്ത്രം കൈവിട്ടതിനെ, ലോക കൈവിട്ടതിനെ സ്വീകരിക്കുന്ന സ്ഥലമായി സഭ മാറട്ടെ. ചില മുറിവുകൾ വെച്ചു കെട്ടുന്ന, ചില വീഞ്ഞ് പകരുന്ന, എണ്ണ പകരുന്ന, ഓ ഹാലലൂയ, ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇന്നിനകത്ത് ഞാൻ ഇതൂന്ന് പറയുമ്പോൾ ആ എണ്ണ പകർന്നുകൊണ്ടിരിക്കുക. യെസ്, ചുടബരബലബസ് ശൈഡരാധരാധരാജനാരകൾ കമാനവശസംദരെ. ഓ രക്തം ജയം 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 ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഈ ആത്മാവുള്ളവനെ പത്മോസിൽ ചെന്നപ്പോ റേഞ്ച് പോയോ? പരിധിക്ക് പുറത്തായോ? പറ. ആത്മാവുള്ളവൻ കപ്പലേ കയറി 14 രാപകലുകൾ സൂര്യനെ കാണാതിരുന്നപ്പോ റേഞ്ച് പോയോ? കണക്ഷൻ വിട്ടോ? ആത്മാവുള്ളവൻ ഞങ്ങൾ 7 മടങ്ങുള്ള ചൂടുള്ള തീക്കകത്തി ചെന്നപ്പോൾ കണക്ഷൻ പോയോ? ആത്മാവുള്ളവൻ സിംഹക്കുഴി ചെന്നപ്പോൾ കണക്ഷൻ പോയോ? മിണ്ടുന്നില്ല. ഹലോ, എടാ, ആത്മാവി വസിക്കുന്നവന് സിംഹക്കുഴിയിലും കണക്ഷനാ. പ്രൈസ് ദി ലോർഡ്. 7 മടങ്ങ് ചൂടുള്ള തീക്കകത്തും കണക്ഷനാ. 14 രാപകലുകൾ സൂര്യനെ കാണാതിരുന്നാലും പവർ കട്ടുണ്ടായാലും കണക്ഷൻ പോയില്ല. 14ാമത്തെ രാത്രി പറഞ്ഞ എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ ഈ രാത്രിയിൽ, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഓ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. എന്നിൽ വസിക്കുന്നവൻ, എന്നിൽ വസിക്കുന്നവൻ, എന്നിൽ വസിക്കുന്നവൻ. ഓ റമാനാധാര ജഗത. യെസ് യെസ് യെസ്. ചുടബരബലബലബലബലബ ശബ്ദരാധരാധര. പ്രൈസ് ദി ലോർഡ്. ഈ വസിക്കുന്നവൻ പറയുന്ന വാക്കിന് ഭയങ്കര അതോറിറ്റിയാ കേട്ടോ. പ്രാണഭയത്തിലിരിക്കുന്ന 276 പേരോട് വസിക്കുന്നവൻ പറയാണ്, കാറ്റിന്റെ രീതി മാറാൻ പോവാ. ഇന്നലെ വരെ അടിച്ച കാറ്റെല്ലാം നാളെ അടിക്കാൻ പോന്നെ. നാളെ അടിക്കാൻ പോന്ന സംഹാരമൂർത്തിയായ ഈശാന മൂലന. പക്ഷേ കണക്ഷൻ വിടാത്ത ആള് പറഞ്ഞു, വസിക്കുന്നവൻ പറഞ്ഞു, ആരുടെയും പ്രാണന് പറ തൻ്റെ ഇടം ഉണ്ടോ പറയാൻ? വസിക്കുന്നവന് പറയാം. ഓ, ആരുടെയും പ്രാണന് എന്നും പറഞ്ഞ് കാറ്റടിക്കാതിരിക്കത്തില്ല.
കപ്പലൊരു പാറ ചെന്നിടിക്കും, കപ്പൽ തകരും, ഇതെല്ലാം കൂടെ പീസ് പീസാവും. പക്ഷെ വസിക്കുന്നവൻ പറയുകയാണ്, പ്രാണന് ഹാനി വരത്തില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നുവെങ്കിൽ, വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. വെല്ലുവിളിച്ച് അലറി വരുന്ന ചില ഈശാന മൂലം പോലെയുള്ള വലിയ പ്രതിസന്ധികളുടെ നടുവിൽ വസിക്കുന്നവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന് വിലയുണ്ട്, വാക്കിന് വിലയുണ്ട്. Yes, 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 yes. സമയം ഓടിപ്പോന്നല്ലോ. ഒരു വാക്യം ഒന്ന് ഓർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദാം രാജാവുമായി പുറപ്പെട്ട് അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. ശ്രദ്ധിച്ചേ, 3 രാജാക്കന്മാർ, യഹൂദ രാജാവ്, ഇസ്രായേൽ രാജാവ്, ഏദോം രാജാവ്, 3 രാജാക്കന്മാരെ, അവരുടെ സൈന്യം, അവരുടെ വാഹന മൃഗങ്ങൾ ഒരു മരുഭൂമിയിൽ 7 ദിവസമായിട്ട് ചുറ്റിക്കറങ്ങുക. മരുഭൂമിയിൽ 7 ദിവസം കറങ്ങിയാലത്തെ സ്ഥിതി നമുക്കൊന്ന് ഭാവനെ കാണാൻ പോലും ഒക്കത്തില്ല. സ്തോത്രം. 1-2 പേരല്ല, 3 രാജാക്കന്മാരും അവരുടെ സൈന്യവും അവരുടെ വാഹന മൃഗങ്ങളും മരുഭൂമിയിൽ ചുറ്റുകയാണ്. 7 ദിവസമായി ഒരു തുള്ളി വെള്ളമില്ല. സ്തോത്രം. അപ്പോൾ അവര് പറഞ്ഞു, ദൈവാലോചന പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ആളിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാം. ദൈവപുരുഷനാണെങ്കിൽ അവന്റെ വായിലെ വാക്കിന് വിടുതലില്ലാതിരിക്കത്തില്ല. ഈ ഒരു ഗതിയും പരഗതി ഇല്ലാഞ്ഞിട്ടാ ദൈവദാസനെ തപ്പിയേ. 7 ദിവസം സ്വന്തം മിടുക്കുകൊണ്ട് എവിടെങ്കിലും ഉറവ് കണ്ടുപിടിക്കാമെന്ന് നോക്കിയിട്ട് കാണാഞ്ഞിട്ട് ഗതികെട്ട ഉപദേശിയുടെ പാവം വിചാരിച്ച്. കാരണം ഈ ഉപദേശി അത്ര വലിയ പേരുള്ള ആളല്ല. നാട്ടുകാരുടെ കാഴ്ചപ്പാടി പണ്ട് കാളെ പൂട്ടിക്കൊണ്ട് നടന്നവനാ. സ്വത്രം. ഉപദേശിയുടെ ഡിഗ്രി എന്നാ? അത് കണ്ടം പൂട്ടുമായിരുന്നു. സ്തോത്രം. അതുപോട്ടെ പേഴ്സണാലിറ്റി, അത് മൊട്ടത്തലയനാ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഈ മൊട്ടത്തലയൻ്റെയും കണ്ടം പൂട്ടുന്നതിൻ്റെയും ഒക്കെ പുറകെ പോകാനായിട്ട് ഒരുമാതിരിപ്പെട്ടവർക്ക് ധൈര്യം വരത്തില്ല. പിന്നെ പുള്ളിക്കുള്ള ആകെ ക്വാളിറ്റി, ഏലിയാവിൻ്റെ കൈക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു. സ്തോത്രം. നിവർത്തികേട് കൊണ്ടാണെങ്കിൽ 7-ാമത്തെ ദിവസം ഇവർ വലഞ്ഞ് അലഞ്ഞ് ദൈവദാസനെ കഴിച്ചപ്പോൾ ദൈവദാസൻ പറഞ്ഞു, ആരാധിക്കുന്ന ഒരുത്തനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. ഹലോ, പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വീണ വായിച്ച് ആരാധിക്കുന്ന ഒരുത്തൻ വരണം. എൻ്റെ കൂടെ വരണേ. പ്രശ്നം പരിഹരിക്കണേ ആത്മാവുള്ളവൻ വരണമെന്ന് പ്രവാചകൻ പറയാൻ, ഒരു വീണക്കാരനെ കൊണ്ടുവാ. അവൻ വന്നിട്ട് എൻ്റെ അടുക്ക് നിന്നുകൊണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് വീണ അങ്ങോട്ട് വായിക്കട്ടെ. അവൻ വീണ വായിച്ചോണ്ടിരിക്കുമ്പോൾ മരുഭൂമിയിൽ ഉറവകൾ പൊങ്ങും. സ്തോത്രം. ഈ രാത്രി പറയണം, ഇവിടെ ചുമ്മാ കൈയടിപ്പിക്കുകയല്ല, ആത്മാവിൽ ആരാധിക്കുന്നവന് വേണ്ടി ചുറ്റിക്കൊഴഞ്ഞ മരുഭൂമിയിൽ ഇന്ന് പകൽ ചില ഉറവകൾ ദൈവം തുറക്കാൻ പോകുകയാ.
നിങ്ങൾ കുഴികളെ വെട്ട്. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല. ആ കുഴികളെ നിറയ്ക്കാൻ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ചില അലഞ്ഞ വലഞ്ഞ കുഴഞ്ഞ മരുഭൂമിയിൽ രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. രക്തത്താല ജയം. Praise the Lord. Praise the Lord. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, 7 ദിവസമായിട്ട് ഈ മരുഭൂമിയിൽ എന്തില്ല? വെള്ളമില്ല. ഒരു സൈന്യം മൊത്തം നോക്കി, 3 രാജാക്കന്മാര് നോക്കി, അവരുടെ മന്ത്രി പ്രമുഖന്മാര് നോക്കി, വെള്ളമില്ല. ഒരു പാവപ്പെട്ടവൻ അവന്റെ കയ്യിലേക്ക് വീണയൊന്ന് വായിച്ചു. സ്തോത്രം. കുഴഞ്ഞ വിഷയത്തിന്, അലഞ്ഞ വിഷയത്തിന് പരിഹാരമില്ല, ഈ മരുഭൂമിയിൽ എല്ലാരും ചാകുമെന്ന് പറഞ്ഞ വിഷയത്തിന് ആരാധിക്കുന്നവൻ വീണ വായിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കുഴി വെട്ടിക്കൂ. കുഴിച്ചിടാനല്ല, നീ ചുമ്മാ കുഴി വെട്ടിക്കോ. നീ വിചാരിക്കുന്ന കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, ഞാൻ ആ കുഴികളെ നിറയ്ക്കും. ആത്മാവുള്ളവൻ ആരാധിച്ചാൽ, ചേർന്ന് വസിക്കുന്നവൻ ആരാധിച്ചാൽ, ഈ രാത്രി ഏറ്റെടുക്കുന്നവൻ മൗനമായിരിക്കരുത്. എവിടെയൊക്കെയോ ഇരിക്കുന്നവരോട് ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. ഓ രാജാനാധീരഗത, ഓ ശക്തിയോടൊരു നിമിഷം ദൈവത്തെ ഈ രാത്രി സ്തുതിച്ചാരാധിക്കട്ടെ. കാറ്റു കാണുകയില്ല. യെസ് യെസ് യെസ്. കൈ ഉയർത്തി ഒരല്ലേലിയ പറഞ്ഞു. ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, നടന്നുകുഴഞ്ഞ, തെരഞ്ഞലഞ്ഞ, വലഞ്ഞ ചില വിഷയങ്ങൾ, 7 ദിവസമായിട്ട് കിട്ടാത്ത വിഷയങ്ങൾ. ഹല്ലേലൂയ. ആത്മാവുള്ളവൻ വീണ വായിച്ചപ്പോൾ ആഴങ്ങളിൽ മറഞ്ഞുപോയ ഉറവകൾ പൊങ്ങി വന്നു. ഇന്ന് രാത്രി മറഞ്ഞുപോയ ചില നന്മകൾ ആരാധിക്കുന്നവന്റെ കൂടാരത്തിൽ ദൈവം ഉയർത്തിക്കൊണ്ടുവരാൻ പോകുക. നീ പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ആ ദൂത് അങ്ങനെ സംഭവിക്കട്ടെ, ആ ദൂത് അങ്ങനെ സംഭവിക്കട്ടെ, ആ ദൂത് അങ്ങനെ സംഭവിക്കട്ടെ. ഈ രാത്രി ചില കുഴികൾ നിറയട്ടെ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. അസാധാരണമായ വിടുതല്, അസാധാരണമായ വിടുതല്. ഓ, എത്ര പേര് ഇതൂത് വിശ്വസിക്കുന്നു? നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു എന്ന് നിങ്ങളിരിക്കുന്ന ആത്മാവിനാൽ, ഇന്ന് രാത്രി ആത്മാവിനാൽ നീ ചിലത് പ്രാപിക്കണം. ഈ മരുഭൂമിയിൽ രാത്രി ആത്മാവിൽ ചില കുഴികൾ നീ വെട്ടണം. ഉറവ നിറയ്ക്കുന്ന, വെള്ളം നിറയ്ക്കുന്ന കുഴികൾ. ഈ സാന്നിധ്യം നീ രാത്രി അനുഭവിക്കണം. ഈ സന്ദർശനം ഈ രാത്രി നീ അനുഭവിക്കണം. നീ ഒന്ന് ചേർന്ന് നിന്നേ, നീ ഒന്ന് പറ്റി നിന്നേ, നീ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നിന്റെ സമാധാനം നീ ഒന്ന് അറിഞ്ഞേ. ഓ റാബാ ചന്ദര, വിട്ടുകൊടുത്തൊന്ന് ആരാധിച്ചേ. ഈ രാത്രി ചില ശൂന്യതകളെ മാറ്റുന്ന, ചില വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ നടത്തി കയറ്റുന്ന ചില നന്മകൾ. ഓ ഓ ഓ
ഹല്ലേലൂയ. നിങ്ങൾ ആ അധ്യായത്തിന്റെ 15ഉം 16ഉം ഒന്ന് വായിച്ചേ. 15ഉം 16. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്ന് അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവേൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അടുത്ത വാക്യം. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ദൂതാച്ച വെള്ളം തരിക മാത്രമല്ല, ചില മോവാബ്യ ശക്തികൾ ചില വർഷങ്ങളായി സഭയ്ക്കെതിരെ, ബേഥേലിനെതിരെ പൊരുതി നിൽക്കുന്ന ചില മോവാബ്യ ശക്തികളെ 9ാമത്തെ രാത്രി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ദൈവം നിന്റെ കയ്യിൽ തരാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. വാഗ്ദത്തങ്ങൾക്കെതിരായി വ്യാപരിക്കുന്ന അന്യായ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ദൈവം നിന്റെ കയ്യിൽ തരാൻ പോകുകയാ. ഓ ഓ ജുഡ മന ധര ജന രഗല റൗഡ മാന വച്ച രാജ ദീപ ബാബ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കരമുയർത്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. കുരുക്കിയിട്ടിരിക്കുന്ന വിഷയങ്ങൾ, കുഴച്ചിട്ടിരിക്കുന്ന വിഷയങ്ങൾ, പരിഹരിക്കപ്പെടുത്തത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നീ ആരാധിച്ചു വീണ വായിച്ചു കഴിയുമ്പോൾ നീ കുഴിക്കുന്ന കുഴിയിൽ വെള്ളം നിറയെ മാത്രമല്ല, നിനക്കെതിരെ മോവാബ്യ വ്യാപാരങ്ങളെ, ഈ പട്ടണത്തിൽ സഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന, ആരാധനക്കെതിരായി നിൽക്കുന്ന മോവാബ്യ മണ്ഡലങ്ങളെ നിന്റെ കയ്യിൽ തരുമെന്ന് ദൈവാത്മാവ് പ്രവചിച്ചു പറയുകയാ. ഏറ്റെടുക്കുന്നവർ ശക്തിയോട് ഉടകം വനകം ദുരകം ജഗനം ജഗല രഗതേ റൗഡേ ദീപവരന്തര വൈഡക ജാനക ധൂടവരഗതോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Oh yes 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 yes. നിനക്ക് ചേർന്ന് വസിക്കാം, വസിക്കാതിരിക്കാം. നിനക്ക് ഫലം കായ്ക്കാം, കായ്ക്കാതിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അത് നിന്റെ ഇഷ്ടത്തിന് വിടുക. പക്ഷെ കായ്ക്കണമെങ്കിൽ നീ ഈ മുന്തിരിവള്ളിയോട് ചേർന്ന് വസിച്ചോണം. ഒരു ചുംബനം ചെയ്തേച്ച് നിനക്ക് വേണേ പോകാം. ഒരു മരുമോൾ ഉമ്മ വെച്ചേച്ച് അവിടെ വീട്ടിൽ പോയി. അത് അവളുടെ ആ ദേശത്തിൻ്റെ ഒരു സംസ്കാരമാണ്. ആരെ കണ്ടാലും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേച്ച് പോന്നെ. ഹലോ. പക്ഷെ ഒരുത്തി പറഞ്ഞു, നീ പോകുന്നിടത്ത്, നീ ആരാധിക്കുന്നിടത്ത്, നിന്റെ ദൈവം നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് എന്നോ ബന്ധമാ. ആരാധിച്ച് തീരുമെന്നല്ല, മരിച്ചടക്കുന്നത് വരെ കൂടെ കാണും എന്ന് പറഞ്ഞ് ഞാൻ പറ്റി നിൽക്കാൻ പോവാ. ഉടനെ അമ്മായി പറഞ്ഞു, നിന്റെ കാര്യം പരിഹരിക്കാതെ അവന് സ്വസ്ഥത കൊടുക്കത്തില്ല. പറ്റി നിൽക്കുന്നവന്റെ കാര്യം പരിഹരിക്കാതെ ദൈവത്തിന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിച്ച്. പറ്റി നിൽക്കുന്നവന്റെ വിഷയം പരിഹരിക്കാതെ, ഓ ഈ ദൂതൊക്കെ എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? പറ്റി നിൽക്കുന്നവന്റെ വിഷയം പരിഹരിക്കാതെ ഈ രാത്രി അവന് സ്വസ്ഥത കൊടുക്കത്തില്ല. യെസ് യെസ് യെസ്. ആരുടെയൊക്കെയോ മേൽ ബോവസിന്റെ പുതപ്പ് വീഴുന്ന രാത്രിയാ. ആരുടെയൊക്കെയോ മേൽ ഏലിയാവിന്റെ പുതപ്പ് വീഴുന്ന രാത്രിയാ. ആരുടെയൊക്കെയോ മേൽ ഇന്ന് രാത്രി ആത്മാവിന്റെ പകർച്ച സംഭവിക്കുന്ന രാത്രിയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. സകല പോരുകളുടെ മേൽ ഈ രാത്രി ആത്മാവിന്റെ കരുത്തോടെ ജയമെടുത്ത്, ഓ
ഒന്ന് വിട്ടുകൊടുത്ത് ആരാധിച്ച് ഇന്ന് രാത്രി പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ഓ, ആരാധനയുടെ ഘോഷമുയരട്ടെ, അഭിഷേകത്തിന്റെ ഘോഷമുയരട്ടെ, ആത്മശക്തിയുടെ ഘോഷമുയരട്ടെ. യെസ് 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 യെസ്, ശക്തിയോടെ. യെസ്, ചുട മന അർത്ഥ രമന ദിഗനെ രഗത റൗഡെ ധീര ജാല റൗഷ. ഓ, ജയം ജയം ജയം. കരവും ശബ്ദം വരുത്തി കർത്താവിനെ സ്തുതിച്ച് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു എന്ന് അവനിലിരിക്കുന്ന ആത്മാവിനാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നിൽ എൻ്റെ യേശുവാണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശുവിൽ ഞാനുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിന്റെ മുമ്പിൽ എരികോ കോട്ട വീഴാൻ പോവാ. നിന്റെ മുമ്പിൽ യോർദാൻ വഴി മാറാൻ പോവാ. ഇന്ന് രാത്രി ചിലപ്പോൾ ഒരു വഴി മാറാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അവർക്ക് തന്നെ എന്നോ ചെയ്യണമെന്നറിയാതെ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി അവധി വെച്ചു മാറിയ ചില വിഷയങ്ങൾ ദൈവം ആ പോരിനെ അഴിച്ചിട്ട് മോവാബ്യ ശക്തികളെ, അമാലേക്യ മണ്ഡലങ്ങളെ ഇന്ന് രാത്രി നിന്റെ കാൽ കീഴെ ചതച്ചിട്ട് നിനക്കൊരു ജയം തരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർ നന്നായിട്ടൊരു നിമിഷം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഈ ഒൻപതാമത്തെ രാത്രി ഒരു വലിയ വിടുതൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയോ. രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തീക്കകത്ത് ഇട്ടത് 3 പേരെ, പറ്റി നിന്നവനും കൂടെ 4-ാമൻ കൂടെ നിൽക്കുന്നു. അപ്പം മേളി ഇരുന്നവൻ പറയാണ്, ആ നിൽക്കുന്നവൻ ദൈവദൂതനെ പോലിരിക്കുന്നു. ഇന്ന് രാത്രി മറ്റുള്ളവന്റെ കണ്ണ് തെള്ളിക്കുന്ന, അവൻ ആശ്ചര്യം തോന്നിക്കുന്ന ഒരു സാന്നിധ്യം നിന്റെ പ്രതികൂല നടുവിൽ ഇറങ്ങി വരാൻ പോകുകയാ. 7 മടങ്ങ് ചൂട് പോലെ കത്തി നിൽക്കുന്ന വ്യാപാരങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ആ മകുറ്റം ഇറങ്ങുകയാ. യോഗം ഇവിടെ ആശീർവാദം പറഞ്ഞാലും ഈ സാന്നിധ്യം നിന്നെ വിട്ടുമാറാതെ, നീ പോകുന്ന വഴികളിൽ, നീ പാർക്കുന്ന കൂടാരത്തിൽ, നീ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഈ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധാനം ഒന്ന് എഴുന്നേൽക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ പകർന്ന അഭിഷേകം ഇന്ന് രാത്രിയും പോകാതെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ആ അഭിഷേകം ഇന്ന് രാത്രിയിലും എൻ്റെ മേൽ ശക്തിയോടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവരെ 2 കൈ ഉയർത്തിപ്പിടിച്ച് പ്രൈസ് ദി ലോർഡ്. നമ്മൾ ധന്യരാ. ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യമുള്ള നമ്മളാ. ഇവിടെ എന്തേലും ഉള്ളതല്ല ഭാഗ്യം, ഈ അഭിഷേകം നിന്റെ മേലുള്ളതാ. ഈ അഭിഷേകത്താൽ എല്ലാ നുഖങ്ങളും തകരും. നിന്റെ പെടലിക്ക് ദുഷ്ടം വെച്ച സകല നുഖങ്ങൾ, നിനക്ക് മുന്നേറാൻ കഴിയാതെ വെച്ച സകല നുഖങ്ങൾ, എല്ലാ നുഖത്തിന്റെ അമിക്കയറുകൾ ഇന്ന് രാത്രി ഈ അഭിഷേകത്തിൽ അഴിയാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ കരമൊന്ന് ചേർത്തടിച്ച് അന്യഭാഷയിൽ അല്പ നിമിഷങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് അസാധാരണമായ ദൈവകൃപയുടെ ഒരു വലിയ പകർച്ച. ഹല്ലേലൂയ. ഓ യെസ് 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 യെസ്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യട്ടെ. മല്ല് പിടിച്ച യാക്കോബിനെ പോലെ ഇന്ന് രാത്രി ഒരു മൽപ്പിടുത്തത്തോടെ നിന്റെ പേര് മാറാൻ പോകുകയാ. ഇന്ന് രാത്രിയിൽ ഒരു പുതിയ പേര് ദൈവം നിനക്ക് നൽകുകയോ. വിശ്വസിക്കുന്നവരാരും മൗനമായി നിൽക്കാതെ ഹല്ലേലൂയ.
മുമ്പോട്ട് വിളിച്ച് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയമെടുക്കുന്നില്ല. ദൈവം വെച്ച് നാളെ പകലും നാളെ വൈകിട്ടും ബുധനാഴ്ച പകലും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് സമയം പോലെ പ്രാർത്ഥിക്കാം. പക്ഷെ ഇപ്പോൾ നിൽക്കുന്ന നിപ്പിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ സാന്നിധ്യത്തിലേക്കൊന്ന് കയറിക്കേ, ആ ശക്തി ഒന്ന് പുതുക്കിക്കേ. കപ്പലിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം, പത്മോസിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരുഭൂമിയിൽ ചുറ്റിക്കറങ്ങുന്നവന്റെ നടുവിലിറങ്ങിയ ദൈവ സാന്നിധ്യം, വീണക്കാരൻ വീണ വായിച്ചപ്പോൾ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങി വെളിപ്പെടട്ടെ. നീ വന്നതുപോലെയല്ല, ഇന്ന് രാത്രിയിൽ ഒരു തീയുടെ ശക്തി പ്രാപിച്ച്, ഒരാത്മാവിന്റെ പുതുക്കം പ്രാപിച്ച്, നീ കർത്താവിലും കർത്താവ് നിന്നിലും വസിക്കുന്ന ആ പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ അധികാരം എല്ലാവരും വ്യാപരിക്കുവാൻ ഒരു നിമിഷം എല്ലാവരും അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, നല്ല കർത്താവേ, ഏത് ആഗ്രഹത്തോടും ഏത് ഉദ്ദേശത്തോടും ദൈവാത്മാവ് നിന്റെ ജനത്തെ ഇരുത്തിയോ, ആ പ്രാർത്ഥനയുടെ 9ാമത്തെ രാത്രി ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ സ്വർഗീയമായ തേജസ്സിന്റെ സന്തോഷം എല്ലാവരിൽ ഇറങ്ങി വെളിപ്പെടുവാൻ, ജനത്തിന് വിരോധമായ ചില മേലൊഴുക്കുകൾ നീ തടയുന്നതിനായി സ്തോത്രം. കീഴെ വെള്ളം വാർന്നു പോകുന്നതിനായി സ്തോത്രം. ഉണങ്ങിയ നിലം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആഴത്തിൽ നിന്ന് ചില കല്ലുകൾ ഉയർത്തി നാട്ടാൻ പോകുന്നതിനായി സ്തോത്രം. ഗിൽഗാലിന്റെ അനുഭവങ്ങൾ നിന്ന് ഉരുട്ടിക്കളയുന്നത് പോലെ അല്ലെ ഇന്ന് രാത്രി ചില കല്ലുകളെ നാട്ടുന്നതിനായി സ്തോത്രം. സാക്ഷ്യങ്ങളുടെ കൂമ്പാരങ്ങളെ ഒരുക്കുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഈ മരുഭൂമിയിൽ ഞങ്ങൾ കുഴികളെ വെട്ടുകയാണ്, കുഴികളെ വെട്ടുകയാണ്. ഈ രാത്രി ഏദോമിന്ന് വെള്ളം ഒഴുകി വന്നതുപോലെ, മഴയില്ലാതെ കാറ്റില്ലാതെ ഞങ്ങൾ വിശ്വാസത്താൽ കുഴിച്ച കുഴികളിൽ വെള്ളം നിറയട്ടെ. ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ലൈവിലുള്ളവരെ അനുഗ്രഹിക്കുന്നു. ഈ ദിനങ്ങളിൽ പ്രാപിച്ചതിലധികമായൊരു അധികാരം, ലഭിച്ചതിലധികമായൊരു ദൈവകൃപ, പകർന്നതിലധികമായൊരു തേജസ് നിന്റെ ജനത്തിന് മേൽ പകരണമേ കർത്താവേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരമൊരിക്കലൂടെ ചേർത്തടിച്ച്